റൈസ് എവയ്ക്കുന്ന രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഉണരുന്നുമുണ്ട്, എഴുന്നേൽക്കുന്നുമുണ്ട്. പക്ഷെ ആ ഉണർച്ചയല്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ APJ അബ്ദുൽ കലാം സാർ നമ്മളോട് പറഞ്ഞു, സ്വപ്നം കാണണം. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. നമ്മുടെ ചിന്തയിലുള്ള ആ സ്വപ്നം ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സ്വപ്നമല്ല, മറിച്ച് ഉറക്കം തരാത്ത സ്വപ്നം. വോളിബോളിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ളൊരു പ്ലെയർ ഉണ്ടായിരുന്നു, അരുണിമ സിൻഹ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്മാഷുകൾ കൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെ എപ്പോഴും മുൾമുനയിൽ നിർത്തിയിരുന്ന അരുണിമ സിൻഹ. ഒരിക്കലത് ഒരു ട്രെയിൻ യാത്രയ്ക്കിടയിൽ കൊള്ളക്കാർ അരുണിമ സിൻഹയെ ട്രെയിനിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എറിഞ്ഞു. അടുത്ത ദിവസം രാവിലെ റെയിൽവേ ട്രാക്കിൽ ഒരു ലേഡി ചോര ഒലിപ്പിച്ച് കിടക്കുന്നത് കണ്ട നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിനുശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് ഇത് ഇന്ത്യൻ ടീമിലെ പ്ലെയറായ അരുണിമ സിൻഹയാണ്. പക്ഷെ കാലുകൾ അറ്റുപോയി. ഒരു വോളിബോൾ പ്ലെയറുടെ കാലില്ലാത്ത ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ആ കിടക്കയിൽ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും അറ്റുപോയ കാലുമായി ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന സമയത്തും അരുണിമ സിൻഹ പറഞ്ഞത്, അമ്മയോടും കൂടെ നിന്നവരോടും പറയുന്നത്, എനിക്ക് എവറസ്റ്റിനെ കീഴടക്കുന്ന ഒരു വനിതയായി മാറണമെന്നുള്ള ഡ്രീമാണ് പങ്കുവെച്ചത്. പക്ഷെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നവരും കൂടെ നിന്നവരും പറഞ്ഞു, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം, കാരണം കാലില്ലാത്ത ഒരാൾ എങ്ങനെയാണ് മൗണ്ട് എവറസ്റ്റിനെ കീഴടക്കാൻ സാധിക്കുക. പക്ഷെ ഏതാനും നാളുകൾക്ക് ശേഷം നാം കാണുന്നത് മൗണ്ട് എവറസ്റ്റിനെ കീഴടക്കിയ ആദ്യത്തെ ആംബ്യൂട്ടി ഗേൾ അരുണിമ സിൻഹയായി മാറുന്ന ഒരു കാഴ്ചയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ